ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഫിസിക്സിൻ്റെ ഗ്രാവിറ്റേഷൻ എന്നുള്ള പാഠമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ഗ്രാവിറ്റേഷൻ? ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ് ആണ്. രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് എന്ത് പറയുന്നത്? ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ, ഈ സെൻറ്റൻസ് ഇതുപോലെ തന്നെ ഗ്രൂപ്പ് ഡി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ് ഈസ് നോൺ ആസ് ഡാഷ്. താഴെ ഒരുപാട് ഓപ്ഷൻസ് തരും. അപ്പം എന്താണ് ആൻസർ? ഗ്രാവിറ്റേഷൻ എന്നുള്ളതാണ് ആൻസർ. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ് ആണ് എന്ത്? ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് പ്രോബ്ലത്തിൽ ചെയ്തതാണ്. എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്? എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇനി ഒരു ഫോർമുലയാണ്. എന്താണ്? അതായത് മാസ് m1 m2 ആയിട്ടുള്ള, അതായത് രണ്ട് ബോഡിയുടെ മാസ് എന്താണ്? m1 m2 ആണ്. അതൊരു നിശ്ചിത ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യാണ്? പ്ലേസ് ചെയ്യാണ്. ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ആറായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, രണ്ട് ബോഡിയുണ്ട്, രണ്ട് മാസാണുള്ളത്. m1 m2 മാസുള്ള രണ്ട് ബോഡീനെ രണ്ട് സ്ഥലത്ത് നമ്മൾ രണ്ട് പോയിന്റിൽ നമ്മൾ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ് ആറായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ ബിറ്റ്വീൻ ദം എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് വെച്ചാൽ F ഇസ് ഈക്വൽ ടു G m1 m2 ഡിവൈഡഡ് ബൈ R ആയിരിക്കും. G എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. എത്രയാണ്? 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ്. സോ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഒബ്ജക്റ്റ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് എന്നുള്ളത് ഓർക്കുക. ഇനി വേരിയേഷൻ ഇൻ ജി, ഗ്രാവിറ്റേഷൻ എവിടെയായിരിക്കും കൂടുതൽ, എവിടെയായിരിക്കും കുറവ് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും എന്ന് വെച്ചാൽ പോൾസിലായിരിക്കും. ഭൂമിയുടെ പോൾസിലായിരിക്കും എന്തുണ്ടാവുക? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് മാക്സിമം ആയിട്ടുണ്ടാവുക. ഇക്വേറ്ററിന്റെ അടുത്തായിരിക്കും എന്ത്? മിനിമം ആയിട്ടുണ്ടാവുക. ഇക്വേറ്ററും പരിസരത്തുമായിരിക്കും എന്ത്? ജി എന്ന് പറയുന്നത് മിനിമം ആയിട്ട് ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മുടെ ശ്രീഹരിക്കോട്ട എന്ന് പറയുന്നത് ഏതിന്? ഇക്വേറ്ററിന്റെ അടുത്തുള്ള സ്ഥലം ആയതുകൊണ്ടാണ് അത് എന്ത് ചെയ്തിരിക്കുന്നത്? വിക്ഷേപണത്തിന് വേണ്ടി അവിടെ ആ ഒരു ഭാഗം പ്രിഫർ ചെയ്തിട്ടുള്ളത്. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കടന്നു പോവാൻ എന്തായിരിക്കും? കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ കുറവ് എനർജി മതിയാവും എന്ത് ചെയ്യാൻ? ഗ്രാവിറ്റേഷണൽ ആ ഫോഴ്സ് മറികടന്ന് പോവാനായിട്ട്. മറ്റും വേറെയും കാരണങ്ങളുണ്ട്. പക്ഷെ എന്നാലും ആ ജോഗ്രഫിക്കലായിട്ട് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അത് ഇക്വേറ്ററിന്റെ അടുത്താണ് ആ പ്ലേസ് എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇനി വെയിറ്റ് ഓഫ് ദി ബോഡി ഇൻ എ ലിഫ്റ്റ്. ലിഫ്റ്റിലെ ഒരു ബോഡിയുടെ വെയിറ്റ് എങ്ങനെയായിരിക്കും? അതായത് ഒരു ലിഫ്റ്റ് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു യൂണിഫോം സ്പീഡിൽ മാത്രമാണ് മൂവ് ചെയ്യുന്നത് എങ്കിൽ അതിൽ നിൽക്കുന്ന ആളുടെ വെയിറ്റ് തന്നെയായിരിക്കും എന്തിലുണ്ടാവുക? ആ അപ്പാരന്റ് വെയിറ്റ് ഓഫ് ദ ബോഡി എന്ന് പറയുന്നത് ട്രൂ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. നോർമൽ വെയിറ്റ് തന്നെയായിരിക്കും ആ ബോഡിക്ക് ഉണ്ടാവുക. ഇനി ഇഫ് ദ ലിഫ്റ്റ് ഈസ് ഗോയിങ് അപ്പ് വിത്ത് ആക്സിലറേഷനോടുകൂടി ഗോയിങ് അപ്പാണ്, മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പാരന്റ് വെയിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ വെയിറ്റിനെക്കാളും എന്തായിരിക്കും? ഗ്രേറ്റർ ആയിരിക്കും. ഇനി അതുപോലെ തന്നെ താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പാരന്റ് വെയിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ നോർമൽ വെയിറ്റിനെക്കാളും കുറവായിരിക്കും. ഇനി അതുപോലെ തന്നെ മറ്റൊരു സാഹചര്യം നോക്കുക. ആ ലിഫ്റ്റിന്റെ ചരട് പൊട്ടി വീഴാണ്, അല്ലെ കോഡ് പൊട്ടി വീഴാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഫ്രീ ഫാൾ ആണ് സംഭവിക്കുന്നത്. ഇറ്റ് ഫാൾസ് ഫ്രീലി. ഫ്രീ ഫാൾ ആണ് സംഭവിക്കുക. ഫ്രീ ഫാൾ ചെയ്യുന്ന ഒരു ബോഡിയുടെ വെയിറ്റ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ആ സിറ്റുവേഷനിൽ എന്താണ് അനുഭവപ്പെടുക? ഒരു വെയിറ്റ്ലെസ്നെസ് ആണ് അനുഭവപ്പെടുക. അപ്പൊ നമ്മൾ 4 സിറ്റുവേഷൻ ആണ് പറഞ്ഞത്. സ്റ്റേഷനറി ആയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ യൂണിഫോം സ്പീഡിലാണ് മൂവ് ചെയ്യാന്നുണ്ടെങ്കിൽ വെയിറ്റ് എന്തായിരിക്കും? നോർമൽ ആയിരിക്കും. ഇനി അതുപോലെ തന്നെ ലിഫ്റ്റ് ഇസ് ഗോയിങ് അപ്പ് വിത്ത് ആക്സലറേഷൻ, അപ്പാരന്റ് വെയിറ്റ് ഓഫ് ദി ബോഡി എങ്ങനെയായിരിക്കും? ഗ്രേറ്റർ ദാൻ നോർമൽ വെയിറ്റ് ആയിരിക്കും. ഇനി താഴോട്ടാണെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ നോർമൽ വെയിറ്റ് ആയിരിക്കും. ഇനി അതുപോലെ തന്നെ കോഡ് ബ്രോക്കൺ ആണ്. ഇഫ് ദ കോഡ് ഇസ് ബ്രോക്കൺ ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഫ്രീ ഫാൾ ആണ് സംഭവിക്കുക. സോ വെയിറ്റ്ലെസ്നെസ് ആണ് അനുഭവപ്പെടുക. അഥവാ ദ അപ്പാരന്റ് വെയിറ്റ് ഓഫ് ദ ബോഡി ഇൻ ദ ലിഫ്റ്റ് ബിക്കംസ് 0. ഇത്രയും കാര്യങ്ങൾ ആ ഭാഗത്തു നിന്ന് ഓർത്തു വെക്കുക. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത്,
എസ്കേപ്പ് വെലോസിറ്റി എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതായത് ഭൂഗുരുത്വാകർഷണ ബലത്തിൽ നിന്നും എന്ത് ചെയ്യുക, ഒരു ഒബ്ജക്റ്റിന് പുറമേ പോവാൻ വേണ്ട ആ സ്പീഡിനെയാണ് അല്ലെങ്കിൽ ആ വെലോസിറ്റിനെയാണ് എന്ത് പറയുന്നത്, എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. അതിന്റെ മറ്റൊരു പേരാണ് എന്ത്, സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി. എന്താണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന് ഭൂമിയുടെ ഭൂഗുരുത്വാകർഷണ ബലത്തിൽ നിന്നും പുറമേ പോവാൻ വേണ്ട ഒരു സ്പീഡിനെയാണ് എന്ത് പറയുന്നത്, എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. അതിന്റെ മറ്റൊരു പേരാണ് സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, ഓർത്തു വയ്ക്കുക. സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി എന്ന് പറയുന്നത് എസ്കേപ്പ് വെലോസിറ്റി ആണ്. ഭൂമിയുടെ എസ്കേപ്പ് വെലോസിറ്റി എത്രയാണ്, 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. മൂണിന്റെ ആണെങ്കിൽ 2.4 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇതിൽ യൂണിറ്റ്സ് വേറെ വേറെ തന്നിട്ട് എന്ത് ചെയ്യാം, ഓപ്ഷനിൽ ചോദിക്കാം. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എർത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. മൂണിന്റെ ആണെങ്കിൽ 2.4 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോകാം. നമ്മൾ ഓൾറെഡി ചെയ്ത പ്രോബ്ലം തന്നെയാണ്, പക്ഷെ ഇത് പല ഷിഫ്റ്റിലായിട്ട് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് കൊണ്ടാണ് ആ പ്രോബ്ലം എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിൽ ഇട്ടിട്ടുള്ളത്. അപ്പം പ്രാക്ടീസ് ചെയ്യാത്തവർക്ക്, ഈ ചോദ്യം മുൻപ് കാണാത്തവർക്ക് ഒന്നുകൂടി കണ്ട് പ്രാക്ടീസ് ചെയ്യാൻ ഒരു അവസരമാകും. നേരത്തെ അറിയുന്നവർക്കാണെങ്കിൽ എന്താണ് ഈ ചോദ്യം എന്താണ് ഒരു മോഡലായിട്ട് വീണ്ടും ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ പ്രോബ്ലം എന്ത് ചെയ്യുക, തറോ ആക്കിയിട്ട് പോവുക. ഒരുപാട് തവണ ഒരുപാട് ഷിഫ്റ്റുകളിൽ ഇപ്പൊ തന്നെ നമ്മൾ മുമ്പ് ചെയ്ത പ്രോബ്ലംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള മോഡലാണിത്. വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്, കയറി വരുന്നുണ്ട്. അപ്പം വർക്ക്ഔട്ട് ചെയ്യാം. If a person moves a trolley for a distance of 10 meter with a force of 50 Newton, then the work done is, നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്തു. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എന്താണ്, ഫോഴ്സ് അപ്ലൈഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ടു വിച്ച് ദ ഒബ്ജക്റ്റ് ഈസ് ഡിസ്പ്ലേസ്ഡ്. നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒബ്ജക്റ്റ് നീങ്ങുകയാണെങ്കിൽ മാത്രമാണ് എന്തെന്ന് പറയുന്നത്, വർക്ക് ഡൺ ചെയ്തു അല്ലെങ്കിൽ ഒരു വർക്ക് നടന്നു എന്ന് പറയുന്നത്. അപ്പം വർക്ക് ഡൺ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഫോഴ്സ് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഇൻറ്റു ആ ഒബ്ജക്റ്റ് എന്ത് ചെയ്യണം, ഡിസ്പ്ലേസ് ആവണം. എന്ത് ചെയ്യണം, ആ കുറച്ച് സ്ഥലത്തോട്ട് എന്ത് ചെയ്യണം, നീങ്ങിയിട്ടുണ്ടാവണം. ആ ഡിസ്റ്റൻസും കൂടെ ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്, വർക്ക് ഡൺ എന്ന് പറയുന്നത്. സോ 10 × 50 എത്രയാണ്, 500 ജൂൾ ആണ്. ഇനി ഇൻ നെഗറ്റീവ് ആക്സലറേഷൻ ആണെങ്കിൽ വെലോസിറ്റി ഓഫ് ദി ബോഡി എന്താണ് സംഭവിക്കുക, ഡിക്രീസസ് ആണ്, ഡിക്രീസ് ചെയ്യുന്നു. ഇൻ നെഗറ്റീവ് ആക്സലറേഷൻ വെലോസിറ്റി ഓഫ് എ ബോഡി ഡിക്രീസസ്. അടുത്തത്, an object having the capability to do work is said to possess energy. ഈ പാഠം നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾ നോക്കി നോക്കൂ, ആ സെന്റൻസ് അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട് അല്ലെ. capability to do work ആണ് എന്തെന്ന് പറയുന്നത്, എനർജി എന്ന് പറയുന്നത്. an object having the capability to do work is said to possess energy. അടുത്തത്, the work done in moving a charge from one point to other is 20 joule. If the potential difference between the points is to 10 volt, then the charge is. അതിനു മുമ്പ് നമുക്ക് എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് നോക്കാം. അതായത് രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ മറ്റൊരു പോയിന്റിലോട്ട് കൊണ്ടുപോകുന്ന ആ വർക്കിനെയാണ് എന്ത് പറയുന്നത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് a unit positive charge from one point to another is the potential difference between 2 points. രണ്ട് പോയിന്റുകളിലുള്ള പോയിന്റുകളിൽ നിന്ന് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ മറ്റൊരു യൂണിറ്റിലേക്ക് കൊണ്ടുപോകാൻ എടുക്കുന്ന ആ വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ഈ കൺസെപ്റ്റ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലം എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്ത വർക്ക്, അതായത് ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ഒരു ചാർജിനെ മൂവ് ചെയ്യാൻ വേണ്ടി ചെയ്ത വർക്കാണ് എത്രയെന്ന് പറയുന്നത്, 20 ജൂൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. ഇഫ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 10 വോൾട്ട് ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ചാർജ് എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഡബ്ല്യു എന്ന് പറയുന്നത് ജൂൾ ഓഫ് വർക്ക് ആണ്. ചാർജ് എന്ന് പറയുന്നത് ക്യൂ ആണ്, ക്യൂ കൂളോം ആണ്. ചാർജിന്റെ യൂണിറ്റ് ആണ് എന്ന് പറയുന്നത് കൂളോം എന്ന് പറയുന്നത്. അതെന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ക്യൂ ആണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമുക്കറിയാം വി ആണ്. ദെൻ വി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യൂ ആണ്. അതായത് ജൂൾ ഓഫ് വർക്ക് ഡിവൈഡഡ് ബൈ ചാർജ് ആണ്.
അപ്പൊ നമുക്ക് എല്ലാം ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. എന്താണ് 10 = 20 ഡിവൈഡഡ് ബൈ നമുക്ക് കാണേണ്ടത് എന്താണ്? ചാർജ് ആണ്, ക്യൂ ആണ്. അപ്പൊ തെറ്റിപ്പോകരുത്. ചാർജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സി എങ്ങാനും ആലോചിക്കരുത്. എന്താണ്? ക്യൂ ആണ്. അപ്പൊ 20 ഡിവൈഡഡ് ബൈ ക്യൂ. therefore q = 20 ഡിവൈഡഡ് ബൈ 10 which is equal to 2. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നമ്മൾ ഇതുവരെ വർക്ക്ഔട്ട് ചെയ്യാത്താണ്. നോക്കുക. എ ബോയ് ഓഫ് മാസ് 50 kg, ഒരു ബോയുടെ മാസ് എത്രയാണ്? 50 kg ആണ്. റൺസ് അപ്പ് എ സ്റ്റെയർകേസ് ഓഫ് 45 സ്റ്റെപ്സ് ഇൻ 10 സെക്കൻഡ്സ്. സ്റ്റെയർകേസ് കയറുകയാണ്, 45 സ്റ്റെപ്പ് 10 സെക്കൻഡ് കൊണ്ട് കയറുകയാണ്. പക്ഷേ ഇഫ് ദ ഹൈറ്റ് ഓഫ് ദി ഈച്ച് സ്റ്റെപ്പ് ഈസ് 14 സെന്റിമീറ്റർ, ഓരോ സ്റ്റെപ്പും എത്ര ഹൈറ്റിലാണുള്ളത്? 14 സെന്റിമീറ്ററിലാണുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ബോയുടെ പവർ എത്രയാണ്? ഫൈൻഡ് ഹിസ് പവർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ജി എന്ന് പറയുന്നത് 10 മീറ്റർ സെക്കൻഡ് ആയിട്ട് നമ്മൾ കണക്കാക്കാൻ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞു. നമ്മൾ നോർമലായിട്ട് എങ്ങനെയാ കാണുക? 9.8 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ നമ്മൾ എടുക്കുക. ഇവിടെ നമ്മൾക്ക് എങ്ങനെയാണ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്? 10 ആയിട്ട് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണോ തന്നിരിക്കുന്നത് അതനുസരിച്ചിട്ട് എന്ത് ചെയ്യുക? എടുക്കുക. ചില ക്വസ്റ്റ്യനിൽ ഗിവൺ G = 9.8 എന്ന് തരും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എടുക്കുക. അതല്ല ഇങ്ങനെ 10 ആയിട്ട് എടുക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ എടുക്കുക കേട്ടോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. എത്ര തന്നിട്ടുണ്ട്? മാസ് m തന്നിട്ടുണ്ട്, 50 kg ആണ്. h തന്നിട്ടുണ്ട്, എത്രയാണ്? 45 സ്റ്റെപ്സ് ആണ്. പക്ഷെ എത്ര ഹൈറ്റ് ഉള്ളതാണ്? 14 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ളതാണ്. 45 × 14 എന്ന് പറയുന്നത് എത്രയാണ്? 630 സെന്റിമീറ്റർ ആണ്. അതിന് നമ്മൾ മീറ്ററിലോട്ട് മാറ്റുന്ന സമയത്ത് 6.3 മീറ്റർ ആണ്. ദെൻ ടി തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്, എത്രയാണ്? 10 സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. ജി എത്രയായിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്? 10 ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് തന്നിരിക്കുന്ന വാല്യൂസ് മുഴുവൻ നമ്മൾ എടുത്ത് എഴുതി. എന്താണ്? m 50 എഴുതി. h എന്ന് പറയുന്നത് 45 സ്റ്റെപ്പ് ഉണ്ട്, 14 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ട് എന്നും തന്നിട്ടുണ്ട്. സോ 45 × 14 ചെയ്തു, 630 which is equal to 6.3 മീറ്റർ. ടൈം തന്നിട്ടുണ്ട് 10 സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. ജി 10 ആയിട്ട് എടുക്കാനും പറഞ്ഞിട്ടുണ്ട്. സോ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എത്രയാണ്? mgh നമ്മൾ ചെയ്തിട്ടുണ്ട്, അറിയാവുന്നതാണ്. mgh എന്ന് പറയുമ്പോൾ 50 × 10 × 6.3 എന്ന് പറയുന്നത് 3150 ജൂൾ ആണ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എത്രയാണ്? 3150 ജൂൾ ആണ്. പവർ ഓഫ് ദി ബോഡി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ഡിവൈഡഡ് ബൈ ടൈം, അല്ലെങ്കിൽ എനർജി ഡിവൈഡഡ് ബൈ ടൈം ആണ് അല്ലേ. നമ്മുടെ എഫിഷ്യൻസിയും നമ്മൾ എത്ര ടൈമിലാണ് ചെയ്യുന്നത് എന്നുള്ളതല്ലേ. അപ്പം എനർജി ഡിവൈഡഡ് ബൈ ടൈം ആണ്. 3150 ഡിവൈഡഡ് ബൈ 10 which is equal to എത്രയാണ്? 315 വാട്ട് ആണ്. സോ ഈ ക്വസ്റ്റ്യൻ നന്നായി ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോവുക. അടുത്തത്, ഹൗ മച്ച് വർക്ക് ഇസ് ഡൺ ഇൻ മൂവിംഗ് എ ചാർജ് ഓഫ് 5c across 2 points having a potential difference of 16 V. ഇത് നമ്മൾ മുമ്പ് ചെയ്തതാണ്. അപ്പൊ തന്നെ ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? B is equal to W by Q ആണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ is equal to ജൂൾ ഓഫ് വർക്ക് ഡിവൈഡഡ് ബൈ ചാർജ് ആണ്. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞു? ചാർജ് ആണെന്ന് പറഞ്ഞു. സോ നമുക്ക് എല്ലാം ഡയറക്റ്റ് ആയി തന്നിട്ടുണ്ട്. 16 ഏതാ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? W ആണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ V × Q 16 × 5 18 ജൂൾ എന്ന് വരും. ഓക്കെ, നിങ്ങൾ നോക്കൂ, ഇത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വന്ന 2 ടൈപ്പാണ്. സോ അത്രയും ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് എന്ത് ചെയ്യാം? നല്ലോണം വർക്ക്ഔട്ട് ചെയ്തിട്ട് പോവാ. ഇനി, who demonstrated that the object of different mass would reach ground together when dropped from the same height. ഒരേ ഹൈറ്റിൽ നിന്നും, സെയിം ഹൈറ്റ് ഉള്ള ഒരു സ്ഥലത്ത് നിന്നും 2 ഡിഫറെന്റ് മാസ് ഉള്ള 2 ഒബ്ജക്റ്റിനെ ഗ്രൗണ്ടിലേക്ക് എറിയാണെന്നുണ്ടെങ്കിൽ ഒരേ സമയം അത് ഗ്രൗണ്ടിൽ എത്തും എന്നുള്ളത് ആ തിയറി പറഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചാൽ ഗലീലിയാണ്. അതായത് സെയിം ഹൈറ്റിൽ നിന്നും 2 ഒബ്ജക്റ്റിനെ നമ്മൾ എറിയാണ്. 2 മാസിലുള്ള 2 ഒബ്ജക്റ്റിനെ എറിയാണെന്നുണ്ടെങ്കിൽ അത് രണ്ടും ഒരേ സമയത്ത് താഴെ എത്തും എന്ന് പറഞ്ഞത് ആരാണ്? ഗലീലിയാണ്. ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻ ഒക്കെ ശരിക്കും പറയുകയാണെങ്കിൽ പല റാങ്ക് ഫയലിലും ഇല്ല. PSCയുടെ ആയാലും NTPCക്ക് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ ആയാലും ലൂസൻസിന്റെ ആയാലും
അങ്ങനെ ഒരുപാട് റാങ്ക് ഫയൽ നോക്കിയിട്ടുള്ളതിൽ ഏതിലും ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു യൂസ് ആവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ട് എന്ത് ചെയ്യുക, പോവുക. അപ്പോൾ എക്സ്ട്രാ ഒരു മാർക്കിനുള്ള നമുക്ക് എക്സ്ട്രാ ഒരു പോയിന്റ് നമ്മൾക്ക് മറ്റുള്ളവരെക്കാളും കിട്ടുമ്പോഴാണ് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ കയറുക അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും പല റാങ്ക് ഫയലിലും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ നോക്കി നോക്കൂ. ഇതെല്ലാം എന്താണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്ക് ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയവർക്ക് മാത്രം കിട്ടുന്നതാണ് അല്ലേ. അപ്പം നിങ്ങളിത് മാക്സിമം യൂസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ ഇലക്ട്രിക് ബൾബ് ഓഫ് 100 watt is used for 9 hours per day. What will be the units of energy consumed in 1 day by the bulb? ഇത് നമ്മൾ മുമ്പ് ചെയ്തതാണ്, എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്താണ്, പഠിച്ചില്ലെങ്കിൽ ആർക്കാ നഷ്ടം? ഇത് നമ്മൾ മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞു തന്നതാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പൊ തന്നെ പഠിച്ചവർക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എനർജി കൺസ്യൂംഡ് ഇസ് ഈക്വൽ ടു എന്താണ്, പവർ ഇൻ വാട്ട്സ് ഇൻ ടു ടൈം ഡിവൈഡഡ് ബൈ 1000 ആണ്. എന്താണ്, എനർജി കൺസ്യൂംഡ് ഇസ് ഈക്വൽ ടു പവർ ഇൻ വാട്ട്സ് ഇൻ ടു ടൈം ഡിവൈഡഡ് ബൈ 1000 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 100 into 9 divided by 1000 ആണ്. 0.9 യൂണിറ്റ്സ് എന്നുള്ളതാണ് എന്ത് വരിക, ആൻസർ വരിക. ഈ ടൈപ്പ് നമ്മൾ മുമ്പ് ചെയ്തത് കൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ദാ നോക്കൂ. നമ്മൾ പറഞ്ഞതാണ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ് ഈസ് കാൾഡ് ദ, നമ്മൾ ഈ പാഠം അതന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്താണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ് ഈസ് കാൾഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. സോ ഇത്രയുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.